മനുപ്രസാദ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ മനുപ്രസാദ്, ഒന്നാമത്തെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണമായ കീഴടങ്ങലാണ്. ഈ നീറ്റ് പരീക്ഷ കുളമായിട്ട് ഇത് മൂന്നാമത്തെ മാസമല്ലേ. അപ്പോൾ NDA പുനഃസംഘടിപ്പിക്കണം, NDA ഉടച്ചു വാർക്കണമെന്ന് അത് പൊളിഞ്ഞ സമയത്ത് തീരുമാനിക്കാം, ചെയ്തിട്ടില്ല. ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായാൽ ആ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം അത് ഇപ്പോ പ്രോമിസ് ചെയ്യേണ്ട കാര്യമല്ല, അന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോതാ ഇതെല്ലാം വാഗ്ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മൂട്ടിന് തീ പിടിച്ചു എന്നുള്ളതാണല്ലോ അതിനർത്ഥം. ഞാൻ വിചാരിക്കുന്നത് അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ നീറ്റ് പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരികയും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ഇന്ന് ജയിലിൽ കിടക്കുന്ന സാഹചര്യവും ഒക്കെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 3 മാസത്തിനിടയിൽ എടുത്ത ഓരോരോ കാര്യങ്ങളെടുത്താൽ അത് വിദ്യാർത്ഥികളോടൊപ്പം അവർക്കിനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് കേന്ദ്ര സർക്കാർ അവരോടൊപ്പം അനുഭാവപൂർണ്ണമായി തീരുമാനിക്കുന്നത് കൊണ്ടാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ മുന്നിൽ അവർ വയ്ക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ തീരുമാനമെടുത്താൽ, അത് ഗുണകരമായൊരു തീരുമാനമാണ് എന്ന് തോന്നിയിട്ട് തീരുമാനമെടുത്താൽ അതൊരു കീഴടങ്ങലും അതൊരു പരാജയപ്പെട്ടതുമൊക്കെയായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ എതിര് പറയുന്നില്ല. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്. കാരണം ഇവിടുത്തെ സമരങ്ങളോടോ ഇവിടുത്തെ ഉന്നയിക്കുന്ന വിഷയങ്ങളോടോ എല്ലാം അനുഭാവപൂർണ്ണമായൊരു തീരുമാനം എടുക്കുന്നത് കീഴടങ്ങി പോകും എന്നുള്ളതുകൊണ്ട് എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം അനുഭാവപൂർണ്ണമായ തീരുമാനമെടുത്താൽ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായി നിങ്ങളതിനെ കാണണം. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സൗന്ദര്യമായി കാണാം. ഈ NDA പുനഃസംഘടിപ്പിക്കുന്നതിനെ, ചോദ്യചോർച്ചയിൽ പ്രതികളാവുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനെ എല്ലാം അനുകൂലിക്കുന്നു. വൈകിയാണെങ്കിലും തീരുമാനിച്ചല്ലോ, സമരത്തിന് ഫലമുണ്ടായി, സമരത്തോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു എന്ന കാര്യത്തെ അംഗീകരിക്കാം. അപ്പോൾ അതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ ഈ സമരം അവിടെ അവസാനിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ തീരുന്നതായിരുന്നില്ല ഇവിടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ. കാരണം ഈ പരീക്ഷാ പേപ്പറും മറ്റു പ്രശ്നങ്ങളും ഈ രാജ്യത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ ചില മറ്റുള്ളവർ പറഞ്ഞതിനെക്കുറിച്ചല്ല, MP പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. കാരണം 2006 മുതൽ അഭിലാഷ് അങ്ങ് എനിക്ക് അവസരം തരുമെങ്കിൽ ഞാൻ ഓരോ വർഷത്തെയും കൃത്യമായ പരീക്ഷാ ലീക്കുകൾ എനിക്ക് പറയാൻ പറ്റും. കേരളത്തിലെ തന്നെ ഈ അടുത്ത ദിവസം ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തതല്ല. ഇനി പരീക്ഷാ പേപ്പർ ചോർത്തി അതിൽ കയറി പരീക്ഷ എഴുതി ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് MBBS അഡ്മിഷൻ തേടിയ ഒരാളില്ല. പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് കാണുമ്പോൾ തന്നെ, അറിയുമ്പോൾ തന്നെ അഭിമാന പ്രശ്നം എന്ന നിലയിൽ മറച്ചു വയ്ക്കുകയല്ല, മറിച്ച് അത് തിരുത്താൻ, അത് മാറ്റാൻ തയ്യാറായി. വീണ്ടും പരീക്ഷ നടത്തേണ്ടി വന്നു, നടത്തി, കുറ്റമറ്റ രീതിയിൽ ആ പരീക്ഷ നടത്തി. ഇന്ന് ഇവിടുത്തെ ഒരു MP പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിൽ നിന്ന് പോലും ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ കോഴ വാങ്ങിയിട്ടാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടത്തുന്നു, കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്നു. അവരെല്ലാം കഴിവില്ലാത്തവരാണ്. അവർ ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായി കയറുന്നതാണ് എന്നൊക്കെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഈ ലിസ്റ്റിലെ നീറ്റിൻ്റെ റിസൾട്ടും പുറത്തു വന്നു. കേരളത്തിൽ നിന്ന് നിരവധി മിടുക്കരായ കുട്ടികൾ അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അവരെല്ലാം കോഴ വാങ്ങിയവരും പേപ്പർ ചോർത്തിയവരും ഈ ക്രമക്കേടിൻ്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാൻ എന്തോ എടുത്തു കൊടുത്തതിൻ്റെ പേരിലും ഉൾപ്പെട്ടു എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MP ഒരു പ്രസ്താവന മാതൃഭൂമിയിലൂടെ വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രതിഷേധാർഹമാണ്. രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോളൂ. ആ രാഷ്ട്രീയത്തിൽ ഞങ്ങളും നിങ്ങളും അതിലേറെ പറയും, പ്രതിരോധിക്കുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടികൾ അഭിമാനത്തോടു കൂടി പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചില സംഭവങ്ങൾ ആവർത്തിക്കാതെ തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു കൃത്യമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കി. ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് 10 വർഷം തടവും 10 കോടി രൂപയുടെ പിഴയും എന്ന നിലയിലേക്കുള്ള മന്ത്രിസഭയുടെ അംഗീകാരം ഈ ശിക്ഷാ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഈ സമരം വേണ്ടി വന്നു എന്നുള്ളതാണ്.